വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആനന്ദ് നീലകണ്ഠൻ എഴുതിയിരിക്കുന്ന നളദമയന്തി എന്ന നോവലാണ്. ആനന്ദ് നീലകണ്ഠൻ ഇത് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് നളദമയന്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പരിഭാഷ ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവർത്തകനാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. ഇതിൻ്റെ വില 250 രൂപയാണ്. എനിക്കിത് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂർ ലൈബ്രറിയിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു കഥ അടർത്തിയെടുത്ത് നളദമയന്തിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് സിനിമയും നമ്മൾ കണ്ടിട്ടുണ്ട്, കമലഹാസനും ശ്രീദേവിയൊക്കെ ആയിട്ട് പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ആനന്ദ് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും മനോഹരമായി നമ്മൾ ഒരു ലൈല മജ്നു അങ്ങനെ ഒരുപാട് എന്താ പറയുക പ്രണയ കഥകളുടെ ആൾക്കാരുടെ പറ്റി ഇപ്പം നമ്മൾ റോമിയോ ജൂലിയറ്റ് എന്നൊക്കെ നമ്മൾ ഓരോ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ഓരോ ലിറ്ററേച്ചർ ഇതായിട്ട് നമ്മൾ അവരുടെ പ്രണയം പോലെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭയങ്കര പ്രഖ്യാതമായിട്ടുള്ള ഒരു പ്രണയമാണ് നളൻ്റെയും ദമയന്തിയുടെയും. അപ്പോൾ ആ കഥ ഇദ്ദേഹം എഴുതുകയാണ്. ഇതിനകത്ത് ഞാനൊരു സ്റ്റോറി സമ്മറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. എന്നാൽ തന്നെയും ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യർ അന്ധവിശ്വാസങ്ങളിലും ഓരോ ദൈവങ്ങളെ വെച്ച് ആരാധിക്കുകയും കാര്യങ്ങളും അവനവനിൽ തന്നെ വിശ്വാസമില്ലാതെ വിധി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളതിൽ ആകുലപ്പെട്ട് നമ്മളുടെ പിന്നെ അതുപോലെ ജാതി സിസ്റ്റമൊക്കെ കൊണ്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ ബ്രഹ്മാവിനോട് തന്നെ ദേഷ്യം വന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ ഉണ്ടാക്കിയത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ നശിപ്പിക്കാൻ പോവുകയാണ്. അതായത് സെൽഫ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആരും മനുഷ്യകുലത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇവർ കാണുമ്പോൾ അത് ഉദ്ദേശിച്ചിട്ടല്ല ബ്രഹ്മാവ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ ഈ മനുഷ്യരെയൊക്കെ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഈ ബ്രഹ്മാവിൻ്റെ ഉദ്യാനത്തിലുള്ള ഹേമാങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരയന്നം പറയും, അയ്യോ അങ്ങനെ ചെയ്യരുത്, അവർ നല്ല അങ്ങയുടെ സൃഷ്ടിയല്ലേ, ഏറ്റവും ഒരു കലാകാരൻ എന്ന നിലയ്ക്കെങ്കിലും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ നശിപ്പിക്കരുത് എന്ന് പറയും. അപ്പോൾ ഈ ബ്രഹ്മാവും ഹേമാങ്കനും തമ്മിലുള്ള ചർച്ചയിൽ ഹേമാങ്കൻ പറയുകയാണ്, ഞാൻ ഭൂമിയിലേക്ക് പോയിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോയിട്ട് അവിടെ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ലവ് ഉണ്ടെന്ന് ഞാൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് നശിപ്പിക്കുമോ, അതായത് ബ്രഹ്മാവ് ഇത് നശിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് ചലഞ്ച് ചെയ്യുകയാണ്, എന്നാൽ ശരി നീ അങ്ങനെ പോയിട്ട്. അങ്ങനെ ഹേമാങ്കൻ നാട്ടിൽ ഭൂമിയിൽ വരികയും നളനെ പറ്റി കേൾക്കുകയും ദമയന്തിയെ പറ്റി ഓരോരുത്തരുടെ അടുത്തുനിന്ന് കേൾക്കും. അപ്പോൾ ദമയന്തിയുടെ സൗന്ദര്യത്തെ പറ്റി. പക്ഷെ അവിടെ നളൻ ഏറ്റവും താഴ്ന്ന ജാതിക്കാരനാണ്, നിഷാദ രാജാവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ പ്രണയം ഉണ്ടാവാനായിട്ട് ഈ അരയന്നമാണ് സഹായിക്കുകയും ഈ അരയന്നം അതിനു വേണ്ടിയിട്ട് സഹായിക്കുകയും അവർ തമ്മിൽ ഒന്നിച്ച് ചേരുന്നുള്ള ജീവിതം പിന്നീട് കുറേ പ്രശ്നങ്ങൾ കാരണം, അതായത് കലിയുടെ കുറേ ചതിപ്രയോഗങ്ങളിലൂടെ ഇവർക്ക് ഒരുപാട് പിരിയേണ്ടി വരികയും പിന്നീട് ഇവർ ഒന്നിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതിൽ ദേവഗണങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ട് പിരിക്കാനും സഹായിക്കുന്നുണ്ട്, ഒന്നിക്കാനും സഹായിക്കുന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയാണ് നളദമയന്തിയുടെ കഥ. നമുക്ക് വായിച്ചിരിക്കാൻ നല്ല രസമുള്ള, കാരണം നമുക്ക് അറിയാം മിത്തോളജിയാണ്, ഇതാണ്. അപ്പം അങ്ങനെ ഒരു കഥയാണ് നളദമയന്തിയുടെ കഥ. നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളപാചകം എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ നളൻ ഏറ്റവും മനോഹരമായിട്ട് പലഹാരം ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് നളൻ്റെ പ്രശസ്തി ഉണ്ടാവുന്നത് തന്നെ. നളൻ ഏറ്റവും എന്ത് സാധനം ഉണ്ടാക്കിയാലും നളൻ്റെ ആ ഒരു പാചകത്തിൻ്റെ വൈദഗ്ധ്യം കാരണം ആളുകളൊക്കെ തള്ളും ബഹളം അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാളാണ് നളൻ. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് സഹോദരന്മാരുടെ ചതി പറയുന്നുണ്ട്, പിന്നെ നമ്മൾ ചൂതാട്ടത്തിൻ്റെ ചതികൾ പറയുന്നുണ്ട്, അങ്ങനെ കലിയുടെ ഓരോ അപഹാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ എഴുത്തുകാരൻ ബ്രഹ്മാവിൻ്റെ ഭാഷയിലാണ് പറയുന്നതെങ്കിലും ഇതിനകത്ത് ആനന്ദ് നീലകണ്ഠൻ എന്ന എഴുത്തുകാരൻ പറയുന്നത് ഒരു ഫിലോസഫിയാണ്. അതായത്
നമ്മളുടെ ഉള്ളിലുള്ള ഭയം അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മളെ തന്നെ നമുക്ക് വിശ്വാസമില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അത് കലി വിധി എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കലിയും ഒന്നും ഇല്ല. മീൻസ് പറയുന്നത് ബ്രഹ്മാവിൻ്റെ വാചകങ്ങളിലൂടെ ആണെങ്കിലും ഈ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്ന ഫിലോസഫി അതാണ്. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം. നമുക്ക് നമ്മളെ തന്നെ നമുക്കൊരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണ് പ്രാക്ടീസ് ചെയ്ത് നമ്മളതിനെ ഏറ്റവും മികച്ചതാക്കുക. നമ്മളെക്കാളും നന്നായിട്ട് വേറെ ആരും ചെയ്യാത്ത രീതിയിൽ നമ്മളത് മികച്ചതാക്കുക. അങ്ങനെ മികച്ചതാക്കുമ്പോൾ നമ്മളതിനെ വെല്ലാനായിട്ട് ആരുമില്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ കലിയോ അങ്ങനത്തെ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു ദൈവവും അല്ലെങ്കിൽ ഒരു ചെറുത്താനും നമ്മുടെ ഉള്ളിൽ കൂടിയിരിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു ഫിലോസഫി ആയിട്ട് ആനന്ദ് നീലകണ്ഠൻ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതി ഞാൻ മലയാളത്തിൽ വായിക്കുന്നത് ഇതാണ്. പ്രിയ ഗോവിന്ദരാജിൻ്റെ വിവർത്തനമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൽ എൻ്റെ ഒരു ഞാൻ മിത്തോളജിക്കൽ നോവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശിവജി സാവന്തിൻ്റെ കർണൻ വായിച്ചിട്ടുണ്ട്, പിന്നെ യുഗാന്തരൻ വായിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ MTയുടെ രണ്ടാം ഊഴം. അതുപോലെ നമ്മൾ പഴയ കാലഘട്ടത്തിലത്തെ മിത്തോളജി കഥാപാത്രങ്ങളായിട്ടുള്ള നമ്മൾ നോവൽസ് വായിക്കുമ്പോൾ അത് ഭയങ്കര കഥാപരമായിട്ട് വിവരണാഖ്യാതമായിട്ട് ഭയങ്കര ഇതാണ്. എന്താണ് ആ രാജാവിൻ്റെ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ആ രാജകുമാരിയുടെ വസ്ത്രം അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം, ഇതൊക്കെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന യുദ്ധമായാലും അങ്ങനെ എന്ത് കാര്യമായിട്ടായാലും ഞാൻ വായിച്ചിട്ടുള്ളത് ഭയങ്കര വിവരണാതീതമായിട്ടുള്ള ഭയങ്കര കാവ്യഭാവനയോട് കൂടിയിട്ടൊക്കെ സൗന്ദര്യം ഒക്കെ പറയും. ഇതിനകത്ത് അങ്ങനത്തെ ഒരു എഴുത്ത് രീതിയല്ല. ചെറിയൊരു പുസ്തകമാണ്. കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമൂഴവും കർണനും ഒക്കെ വലിയ പുസ്തകങ്ങളാണ്. അപ്പോൾ അതുപോലെ മിത്തോളജിക്കൽ കഥാപാത്രത്തിന് സൂട്ടായിട്ടുള്ള ഒരു എഴുത്ത് രീതിയായിട്ട് എനിക്കിത് തോന്നിയില്ല. എഴുതിയതൊക്കെ നന്നായിട്ടുണ്ട്, ചുരുങ്ങിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. വലിയ ഇലാബറേറ്റ് ആയിട്ട് ഭയങ്കര വിവരണാതീതമായിട്ട് ഓരോ കാര്യങ്ങളും വിവരിച്ച് ഇപ്പോൾ കാട്ടിലത്തെ അല്ലെങ്കിൽ ഇവരുടെ പ്രണയം ഇതൊക്കെ കുറച്ച് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ ഒരു നോവലായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് സാധാരണ നോവൽ പോലെയല്ല. നമ്മളങ്ങനെയാണല്ലോ വായിച്ച് ശീലിച്ചിരിക്കുന്നത്. കർണനായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവങ്ങളായാലും ആ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയാലും നമ്മളൊക്കെ ആ ഒരു ഇമാജിനറി എഫക്റ്റ് ഇതിന് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ വായിക്കാൻ നല്ല രസമുള്ള ഒരു നോവലാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു എഴുത്ത് രീതിയാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാവുന്ന രീതിയിൽ, എന്നാൽ നമുക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും, കഥ മനസ്സിലാവുകയും ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെയാണ് നളദമയന്തി എന്ന് പറഞ്ഞ നോവലിൻ്റെ ആഖ്യാന രീതിയും എഴുത്തും. എനിക്ക് പഴയതാണ്, മീൻസ് രണ്ടാമൂഴവും കർണനും ഒക്കെയാണ് എനിക്ക് കുറച്ചും കൂടിയും എനിക്ക് അങ്ങനത്തെ വായിക്കാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് എനിക്കതാണ് കുറച്ചും കൂടിയും നല്ലത്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിൽ അജയ, പിന്നെ അല്ലെങ്കിൽ മറ്റേ ശിവകാമിയുടെയൊക്കെ നോവൽസ് ഉണ്ട്. അതൊക്കെ ഒത്തിരി വലിയ പുസ്തകങ്ങളാണ്. ഇനിയിപ്പോൾ ഈ പുസ്തകം അങ്ങനെ ആണോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള ഒരു നോവൽ വായിച്ചു നോക്കിയാലാണ് ഇദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള എഴുത്ത് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു കുഞ്ഞ് നോവലാണ്, തർജ്ജമ ചെയ്തിരിക്കുന്നതും ചെറിയ രീതിയിലാണ്. അപ്പോൾ അതാണ് ഈ പുസ്തകത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കെ പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റുന്നത്. ആ എഴുത്ത് രീതിയും ആ ഒരു കഥ പറയുന്ന രീതിയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നളദമയന്തിയുടെയും മിത്തോളജിയുടെയും ഒക്കെ ഒരു കഥ, നമ്മൾ കാസ്റ്റ് സിസ്റ്റവും ഒക്കെ ഇല്ലാതാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.